ഇന്നൊരു നാടകോത്സവത്തിന്റെ അധ്യായമാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പേര് തന്നെ നാടകോത്സവം എന്നാണ്. നാടകം മുൻകാലങ്ങളിലും ഇപ്പോഴുമൊക്കെ എല്ലാവർക്കും എല്ലായിടത്തും ഉള്ളതുമാണ്, മിക്കവർക്കും ഇഷ്ടമുള്ളതുമാണ്. നമുക്ക് നോക്കാം ടോമോ ഗക്വാനിലെ നാടകം എങ്ങനെയുണ്ടായിരുന്നു എന്ന്. സ്കൂൾ അസംബ്ലി കഴിഞ്ഞ കുട്ടികൾ പിരിയും മുമ്പേ കൊബയാഷി മാസ്റ്റർ എല്ലാവരോടുമായി പറഞ്ഞു, നമ്മൾ നാടകം കളിക്കാൻ പോകുന്നു. നാടകോ? ടോട്ടോയും കൂട്ടുകാരും അല്പമൊന്ന് അമ്പരന്നു. ചെറിയ ക്ലാസ്സിലെ കൂട്ടുകാർ. മുതിർന്നവരാണെങ്കിൽ അവർക്ക് വലിയ അത്ഭുതമൊന്നും ഉണ്ടായില്ല. കാരണം ഇതിനു മുമ്പും ടോമോ ഗക്വാനിൽ അവർ നാടകം കളിച്ചിട്ടുണ്ട്. ഉച്ചഭക്ഷണ വേളയിലെ പ്രസംഗ പരിപാടികളൊക്കെ ഇപ്പോഴും മുടങ്ങാതെ നടക്കുന്നുണ്ട്. പക്ഷെ നാടകം അതുപോലെയാണോ? ടോട്ടോ ആലോചിച്ചു. കാരണം അതത്ര ചില്ലറ കാര്യമൊന്നുമല്ല. വലിയൊരു സ്റ്റേജ് ഒന്നുമല്ല സ്കൂളിലുള്ളത്. ഇട്ടാവട്ടം പോലെയുള്ള ഒരു സ്റ്റേജ്. ആ സ്റ്റേജിൽ മാസ്റ്ററുടെ പിയാനോ അല്ലെങ്കിൽ തന്നെ കുറെ സ്ഥലം എടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ കയറി ക്ഷണിച്ചു വരുത്തപ്പെട്ട ഒരു സദസ്സിനോട് അഭിനയിക്കുകയും സംസാരിക്കുകയും ചെയ്യാം. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ടോട്ടോ ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ഈ കുട്ടികൾ ആരും തന്നെ, ടോട്ടോയുടെ കൂട്ടുകാരും തന്നെ ഒരു നാടകം ശരിയായ രീതിയിൽ തിയേറ്ററിൽ പോയി കണ്ടിട്ട് പോലുമില്ല. ടോട്ടോ ചാനും കണ്ടിട്ടില്ല. ടോട്ടോ ചാൻ ആകെ അങ്ങനെ കണ്ടിരിക്കുന്നത് നമ്മളുടെ അരയന്ന പൊയ്ക ഓർമ്മയില്ലേ? അരയന്ന പൊയ്ക എന്ന ബാലെ മാത്രമാണ് പോയി കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വർഷാന്ത്യത്തിലെ കലാപരിപാടിയായി നാടകമാണ് എന്നത് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അസലൊരു നാടകം കളിക്കണം. ഏതാണ് കഥ വേണ്ടത്? കുട്ടികളെല്ലാവരും അന്വേഷണത്തിലായി. വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നുവെങ്കിലും ടോട്ടോയും ഒരു കഥയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണമായി. ഒടുവിൽ അവരെല്ലാവരും ചേർന്ന് ഒരു കഥ കണ്ടുപിടിച്ചു. കഥയുടെ പേര് കഞ്ചിഞ്ചോ. അതൊരു ജാപ്പനീസ് പേരാണ് കേട്ടോ. അത് നമ്മുടെ മലയാളത്തിലാക്കിയാൽ ധനശേഖരണാർത്ഥ വിജ്ഞാപനം എന്നാവും. 3ാം ക്ലാസ്സുകാരാണ് ആ കഥ തിരഞ്ഞെടുത്തത്. അതൊരു കബൂക്കി കൃതിയാണ്. പക്ഷെ കുട്ടികൾ കളിക്കാൻ പോകുന്നത് അച്ചടിച്ചു വന്ന രൂപമാണ്. പാഠപുസ്തകത്തിൽ അച്ചടിച്ചു വന്ന രൂപത്തിലുള്ള കഥയാണ് കുട്ടികൾ കളിക്കാൻ പോകുന്നത്. അതിന്റെ ശരിയായ വേർഷനാണ് കബൂക്കി കഥ. മറുയാമ മാസ്റ്ററാണ് കുട്ടികളെ നാടകം പരിശീലിപ്പിക്കുന്നത്. നാടകത്തിലെ പ്രധാന റോളാണ് ബെങ്കി. ആ ബെങ്കിയുടെ റോളിൽ മാസ്റ്റർ തിരഞ്ഞെടുക്കുന്നത് ഐക്കി സോയിഷിയെയാണ്. കഥാപാത്രത്തിനൊത്ത പൊക്കവും വണ്ണവുമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഐക്കി. ഒരു കടുപ്പക്കാരന്റെ മട്ടും കനത്ത ശബ്ദവുമുള്ള അമാദേര എന്ന കുട്ടിയാണ് കമാൻഡറായ തൊഗാഷിയുടെ റോളിൽ. ഇനി ഈ നാടകത്തിലെ 2 പ്രധാന കഥാപാത്രങ്ങളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ബെങ്കി, രണ്ടാമത് കമാൻഡറായ തൊഗാഷി. ഇനി ഈ നാടകത്തിലെ 3ാമത്തെ പ്രധാന കഥാപാത്രമാണ് മഹാനായ യോഷിത്സുനെ. നാടകത്തിലുടനീളം ഒരു ചുമട്ടുകാരനായി വേഷം മാറി വരുന്ന ഒരു സന്യാസിയാണ് മഹാനായ യോഷിത്സുനെ. ആ യോഷിത്സുനെയായി മറുയാമ മാസ്റ്റർ തിരഞ്ഞെടുത്തത് നമ്മുടെ ടോട്ടോ ചാനെയാണ്. മറ്റുള്ള കുട്ടികളൊക്കെ ബുദ്ധ ഭിക്ഷുക്കളാണ്, സഞ്ചാരികളായ ബുദ്ധ ഭിക്ഷുക്കൾ. റിഹേഴ്സൽ തുടങ്ങുന്നതിന് മുൻപ് മറുയാമ മാസ്റ്റർ എല്ലാവരും നിർബന്ധമായും ഡയലോഗുകൾ കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടത് 2 കൂട്ടരാണ്. ഒന്ന് ടോട്ടോ ചാൻ, രണ്ടാമത് ബുദ്ധ ഭിക്ഷുക്കൾ. കാരണം ഇവർക്ക് 2 പേർക്കും ഒരൊറ്റ ഡയലോഗ് പോലുമില്ല. അഭിനയം മാത്രമേ ഉള്ളൂ. സമാധാനം. മഹാനായ യോഷിത്സുനെയാണെങ്കിൽ എല്ലായ്പ്പോഴും വലിയൊരു പനമ്പ് തൊപ്പികൊണ്ട് മുഖം മറച്ച് മുട്ടുകാലില് നിൽക്കുകയാണ്. ബാക്കിയുള്ള ബുദ്ധഭിക്ഷുക്കളാണെങ്കിലോ ഒരു വടി കുത്തി ഒരേ നിൽപ്പ്. അതാണ് ഈ 2 കഥാപാത്രങ്ങളുടെയും ജോലി. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ധനം ശേഖരിക്കുന്ന ധർമ്മസംഘമായി ചമഞ്ഞ് അതാക്ക ചെക്ക് പോസ്റ്റ് കടക്കാനുള്ള ഒരു ഗൂഢശ്രമത്തിനിടയിൽ ഒരു കൗശല പ്രയോഗം എന്ന നിലയ്ക്ക് തന്റെ യജമാനനായ യോഷിത്സുനെയെ ബെങ്കി കമാൻഡറെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശാരീരിക ഉപദ്രവമൊക്കെ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. സത്യത്തിൽ ഒരു രംഗം മാത്രമാണ് ഇവർ അവതരിപ്പിക്കുന്നത്. ആ രംഗത്തുള്ളതാണ് ഈ ശാരീരിക ഉപദ്രവം. വളരെയധികം മർദ്ദിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഐക്കോസേഷി അവതരിപ്പിക്കുന്ന ആ ബെങ്കി എന്ന കഥാപാത്രം ഒരു ഉശിരൻ റോള് തന്നെയാണ്. കള്ളി വെളിച്ചത്താവാതിരിക്കാൻ വേണ്ടി കമാൻഡർ തൊഗാഷിയുടെ അടുക്കൽ ഒരു നീണ്ട പ്രഭാഷണം തന്നെ അവൾ പറയേണ്ടതായിട്ടുണ്ട്.
പലപ്പോഴും സ്കൂളിൽ വെറുതെ നടക്കുന്ന സമയത്തൊക്കെ ഈ കുട്ടി ബെങ്കിയായിട്ട് അവതരിപ്പിക്കുന്ന ആ കുട്ടി തൻ്റെ സംഭാഷണങ്ങൾ, കടുകട്ടി പ്രയോഗങ്ങൾ കാണാതെ പഠിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടേ നടന്നിരുന്നു. അതുപോലെ തന്നെയാണ് ഇതിന് പ്രതിവചനമായി കമാൻഡർ തൊഗാഷി പറയുന്ന ഒരു ദീർഘ ഭാഷണവുമുണ്ട്. അപ്പൊ ഈ രണ്ടു കുട്ടികളും നാടക അവതരണത്തോടനുബന്ധിച്ച് സ്കൂളിൽ സദാ തിരക്കാണ് സ്വന്തം ഭാഗങ്ങൾ കാണാതെ പഠിക്കാൻ. ഇത് കണ്ടുകൊണ്ട് യാതൊരു ടെൻഷനും ഇല്ലാതെ അവിടെ നടക്കുന്നവരാണ് നമ്മുടെ ടോട്ടോച്ചാനും മറ്റുള്ള കുട്ടികളും. ബുദ്ധഭിക്ഷുക്കൾക്കും ഒന്നും പറയണ്ട. ഒടുവിൽ റിഹേഴ്സൽ ദിവസം വന്നു. റിഹേഴ്സലിന്റെ ആരംഭമായി. എല്ലാവരും പറയാനുള്ള ഡയലോഗുകളുള്ളവരൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുറപ്പായപ്പോൾ മറുയാമ മാസ്റ്റർ എല്ലാവരെയും കൂട്ടി. തൊഗാഷിയും ബെങ്കിയും മുഖത്തോട് മുഖം നോക്കി നിന്നു. ബുദ്ധഭിക്ഷുക്കളാകട്ടെ പുറകിൽ അനങ്ങാതെ നിൽക്കുകയാണ്. നമ്മുടെ ടോട്ടോച്ചാൻ മുഖമാസകലം മറച്ച് യോഷിത്സുനെയായി ടോട്ടോച്ചാനും മുട്ടുകുത്തി നിന്നു. പക്ഷേ നിരന്തരമായ ഈ കുത്തിയിരിപ്പും ഈ ബുദ്ധഭിക്ഷുക്കൾ പുറകിൽ നിൽക്കുന്നതും ഒക്കെ എന്തിനാണ് എന്ന് ടോട്ടോയ്ക്ക് മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല. എന്താണ് ഇതിന്റെ കഥ എന്ന് തന്നെ അവൾക്ക് ശരിക്കും മനസ്സിലായിരുന്നില്ല. ചെറിയ കുട്ടിയാണല്ലോ. അതുകൊണ്ട് തന്നെ മഹാനായ യോഷിത്സുനെയായി അഭിനയിക്കുന്ന എന്നെ എന്തിനാണ് എൻ്റെ സേവകനായ ബെങ്കി ഇങ്ങനെ ചീത്ത പറയുന്നതും അടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലായതേയില്ല. കുറച്ചു സമയമൊക്കെ അവൾ ഇത് സഹിച്ചു നിന്നു. പിന്നെ എന്താണ്, തിരികെ ബെങ്കിയായിട്ട് അഭിനയിക്കുന്ന ഐക്കോ സൈഷയുടെ കാലിനിട്ട് അവളും തിരിച്ച് നല്ലത് കൊടുക്കാൻ തുടങ്ങി. പാവം ഐക്കോ സൈഷെ ആദ്യം തന്നെ ഇത്ര വലിയ നീളമുള്ള സംസാര ശകലങ്ങൾ കഷ്ടപ്പെട്ട് കാണാതെ പഠിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പമാണ് സ്വന്തം ക്യാരക്ടർ വിട്ടിട്ട് ടോട്ടോച്ചാൻ ഇങ്ങനെ തിരിച്ചുപദ്രവിക്കുന്നതും. അവൾ കരഞ്ഞു തുടങ്ങി. ബെങ്കിയുടെ കയ്യിൽ നിന്ന് എത്ര അടിയും ഇടിയും ഒക്കെ കിട്ടിയാലും യോഷിത്സുനോ അനങ്ങാതെ നിൽക്കണം. അതാണ് കഥയുടെ രത്ന ചുരുക്കം. എങ്കിൽ മാത്രമേ കമാൻഡർ തൊഗാഷോയ്ക്ക് ഇത് മനസ്സിലായി കഴിയുമ്പോൾ തൻ്റെ യജമാനനെ ഇത്ര ഉപദ്രവിക്കേണ്ടി വന്ന ബെങ്കിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ചെക്ക് പോസ്റ്റ് കടത്തി വിടുകയുള്ളൂ. അപ്പോ ആ ഒരു ലോജിക്ക് അവിടെ ശരിയാകണമെങ്കിൽ എത്ര അടിയിടിയും ബെങ്കിയുടെ കയ്യിൽ നിന്ന് കൊണ്ടാലും നമ്മുടെ മഹാനായ യോഷിത്സുനോ അനങ്ങാതെ നിൽക്കണം. പക്ഷെ ടോട്ടോച്ചാനുണ്ടോ? എത്ര തവണ മറുയാമ മാസ്റ്റർ പറഞ്ഞു കൊടുത്തിട്ടും 2-3 അടി കിട്ടിക്കഴിയുമ്പോൾ ടോട്ടോയുടെ ഭാവം മാറും. അവൾക്ക് പറ്റില്ല ആരുടെയെങ്കിലും അടി കൊണ്ട് വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കാൻ. മറുയാമ മാസ്റ്റർ പറഞ്ഞു, യോഷിത്സുനോ ഇങ്ങനെ തിരിച്ചടിക്കാൻ ചെന്നാൽ നമ്മുടെ കാര്യമാകെ പൊളിഞ്ഞു പാളീസാവും, നാടകം പൊളിയും. ഒരു കാര്യം ചെയ്യാം ടോട്ടോ, നിനക്കിത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ബുദ്ധ ഭിക്ഷുവാക്കാം. നമുക്ക് വേറൊരു ഭാഗം നമ്മുടെ തായ്ച്ചാനെ കൊണ്ട് യോഷിത്സുനോയുടെ ഭാഗം അവതരിപ്പിച്ചാൽ നന്നാവും ഇല്ല ടോട്ടോ? ടോട്ടോയോട് തന്നെ ചോദിച്ചു. ഇപ്പോൾ ഗോള് ടോട്ടോയുടെ പോസ്റ്റിലായല്ലോ. ടോട്ടോ രക്ഷപ്പെട്ട ആശ്വാസം, ആയിക്കോട്ടെ തായ്ച്ചാൻ ആയിക്കോട്ടെ, ഞാൻ ബുദ്ധഭിക്ഷുവായി നിന്നോളാം, ഒരു കുഴപ്പവുമില്ല. ടോട്ടോ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. വീണ്ടും തായ്ച്ചാനെ യോഷിത്സുനോയാക്കി ടോട്ടോയെ ബുദ്ധഭിക്ഷുവായി പുറകിൽ നിർത്തി. ഏറ്റവും പുറകിലുള്ള ബുദ്ധഭിക്ഷുവായി ഒരു വടി പിടിച്ചുകൊണ്ട് ടോട്ടോച്ചാൻ നിന്നു. എന്നിട്ടും കുഴപ്പം തീർന്നില്ല. കാരണം മറുയാമ മാസ്റ്ററുടെ നേതൃത്വത്തിൽ വളരെ ഗൗരവമായ രീതിയിൽ സംഭാഷണം പറഞ്ഞു മുന്നേറുമ്പോൾ ഏറ്റവും പുറകിൽ നിന്ന ടോട്ടോയ്ക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ ബോറടിച്ചു. അവൾ എന്ത് ചെയ്തു? കയ്യിലിരുന്ന കമ്പ് നീട്ടി മുകളിലോട്ട് പിടിക്കും. കുറച്ചു സമയം ഇങ്ങനെ വെക്കും. കുറച്ചു സമയം അടുത്ത് നിൽക്കുന്ന മറ്റൊരു ബുദ്ധഭിക്ഷുവിനിട്ട് തോണ്ടും, അല്ലെങ്കിൽ മറ്റൊരു ബുദ്ധഭിക്ഷുവിന്റെ കാലിൽ കുത്തും. ചുരുക്കത്തിൽ കുട്ടിക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല. അപ്പൊ എന്തായി? ഒരു ബുദ്ധഭിക്ഷുവിന്റെ കാലിൽ വടിയുടെ അറ്റം കൊള്ളുമ്പോൾ ആ വടിയുടെ മറ്റേ അറ്റം വേറൊരു ബുദ്ധഭിക്ഷുവിന്റെ തലയിലായിരിക്കും. കുട്ടികൾ ആകപ്പാടെ ബഹളമായി. മറുയാമ മാസ്റ്റർക്ക് മനസ്സിലായി കാര്യങ്ങളൊന്നും ഭംഗിയായിട്ട് നീങ്ങുന്നില്ല. ടോട്ടോച്ചാനെ ഇവിടെ നിർത്തിയാൽ തന്നെ നീങ്ങില്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അന്തിമമായി ഭിക്ഷുവിന്റെ റോളിൽ നിന്നും ടോട്ടോച്ചാൻ പുറത്താക്കപ്പെട്ടു. യോഷിത്സുനെയായി തായ്ച്ചാൻ പരിശീലനം ആരംഭിച്ചു. സധൈര്യം പല്ല് കടിച്ചു നിന്ന് അവൻ എല്ലാ അടിയും ഇടിയും ശാസനയും ഒക്കെ ഏറ്റുവാങ്ങി. കാണികൾ തീർച്ചയായും അവനോട് സഹതപിക്കാതിരിക്കില്ല. അത്രയ്ക്ക് ഉജ്ജ്വലമായിരുന്നു അവന്റെ സന്യാസിയായിട്ടുള്ള അഭിനയ പ്രകടനം. ടോട്ടോച്ചാന്റെ അഭാവത്തിൽ റിഹേഴ്സൽ നല്ല ഭംഗിയായിട്ട് പൂർത്തിയായി. കൊച്ചു ടോട്ടോ പുറത്തേക്കിറങ്ങി. അവരവിടെ റിഹേഴ്സൽ ചെയ്യട്ടെ എന്നുള്ള മട്ടിൽ ഒറ്റയ്ക്ക് സ്കൂൾ മൈതാനത്തിലേക്ക് നടന്നു. ഷൂസൊക്കെ ഊരിക്കളഞ്ഞിട്ട് ടോട്ടോച്ചാൻ സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് ഒരു ബാലെ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചു.
നൃത്തം ചെയ്യുക, അതും സ്വന്തം മനോധർമ്മം അനുസരിച്ച് നൃത്തം ചെയ്യുക എന്നത് നൃത്തത്തെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വളരെയധികം ആസ്വാദ്യകരമായ ഒരു കാര്യമാണ് അല്ലെ? അതുപോലെ തന്നെ അവൾ ചിലപ്പോൾ അരയന്നമായി, മറ്റു ചിലപ്പോൾ കാറ്റായി, പിന്നെ ഒരു മരമായി. ശൂന്യമായ മൈതാനത്തിൽ അവൾ ഒറ്റയ്ക്ക് നിന്ന് സ്വന്തം മനോധർമ്മം അനുസരിച്ച് ആടിക്കൊണ്ടേയിരുന്നു. ഒരു പക്ഷേ യോഷിത്സുനെ ആയതിനേക്കാൾ തനിക്കിഷ്ടം ഇതായിരുന്നല്ലോ എന്ന് അവൾ സന്തോഷിച്ചു. ഒരിക്കലും അവളുടെ ഹൃദയത്തിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ നാടകത്തിൽ എന്നൊരു ഖേദം ഒരിക്കലും ഉണ്ടായില്ല. കാരണം അവൾ ഒരിക്കലും അത് ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ്. ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾ നൃത്തമാടി അവളുടെ സ്വന്തം സ്കൂൾ മൈതാനത്ത്. നാടകത്തിന് ശുഭകരമായി തന്നെ തിരശ്ശീല വീണു. അങ്ങനെ നമ്മുടെ ടോമോ ഗക്വാനിലെ ഉജ്ജ്വലമായ ഒരു നാടകം നടന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിൽ അഭിനയിക്കാൻ ടോട്ടോ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അതിലവൾക്ക് യാതൊരു ഖേദവും തോന്നിയില്ല എന്നതാണ്. കുട്ടികളുടെ ഓരോരോ രീതിയും കാര്യങ്ങളുമൊക്കെ പലപ്പോഴും നമ്മൾ മുതിർന്നവർക്ക് മനസ്സിലാവില്ല. സ്കൂളിലെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് കുട്ടികളെ നിർബന്ധിച്ച് ചേർക്കുന്നതിന് മുൻപ് എപ്പോഴാണെങ്കിലും ഇതൊന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ശരിക്കും അവർക്ക് അതാണോ വേണ്ടത് എന്നറിഞ്ഞിട്ട് മാത്രം എന്തിനാണെങ്കിലും നിർബന്ധിക്കുക. നമുക്ക് അടുത്ത അധ്യായവുമായി നാളെ കേൾക്കാം. ടോട്ടോച്ചാൻ എന്ന സീരീസ് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം.